AMMA പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരും. പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ തയ്യാറെന്ന് മോഹൻലാൽ അഡ്ഹോക് കമ്മിറ്റി അറിയിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ടായാൽ പിന്മാറാൻ തയ്യാറെന്നും മോഹൻലാൽ പറയുന്നു. സിദ്ദീഖിന് പകരം പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ ജനറൽ ബോഡി യോഗത്തിന് ശേഷം ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. നിർണായക ജനറൽ ബോഡി യോഗം ഈ മാസം 22-നാണ്. സെയ്ഫുന്നീസ അലിയാരാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സെയ്ഫുന്നീസ, മോഹൻലാൽ തുടരും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പുതിയ ജനറൽ സെക്രട്ടറി ആരെയൊക്കെയാണ് പരിഗണിക്കുന്നത്? ബിനിൽ, നിലവിൽ മത്സര സാധ്യത ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ AMMA ഒരു അഡ്ഹോക് കമ്മിറ്റി കൊച്ചിയിൽ യോഗം ചേർന്നിരുന്നു. ഈ കമ്മിറ്റിയുടെ യോഗത്തിൽ മോഹൻലാൽ പറഞ്ഞത് ഈ വരുന്ന ജനറൽ ബോഡി യോഗം വരെയാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി ഉള്ളത്. അപ്പോൾ അതിനുശേഷം പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ തനിക്ക് താല്പര്യമുണ്ട്, തുടരാൻ താൻ തയ്യാറാണ്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ മത്സരത്തിന് സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാനായി താൻ നിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറും തീരുമാനത്തിൽ എന്നാണ് മോഹൻലാൽ അറിയിച്ചത്. ഒപ്പം തന്നെ ഇപ്പോൾ മോഹൻലാല് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണം എന്നുള്ളതാണ് ജനറൽ ബോഡി യോഗത്തിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും തീരുമാനം. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെടും. അതിനുശേഷം ഒരു എക്സിക്യൂട്ടീവ് യോഗമുണ്ട്. ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാം ആരാകണം ജനറൽ സെക്രട്ടറി എന്നുള്ളത്. നിലവിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം മാത്രമാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. മറ്റെല്ലാം അഡ്ഹോക് കമ്മിറ്റിയിലെ നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളുകളാണ്. സിദ്ദീഖിനെതിരെ ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ സിദ്ദീഖ് രാജിവെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി സിദ്ദീഖിന് പകരം ആര് എന്നുള്ളത് മോഹൻലാൽ ഈ ജനറൽ ബോഡി യോഗത്തിന് ശേഷം നോമിനേറ്റ് ചെയ്യാനാണ് സാധ്യത.